നമ്മുടെ കേരളത്തിലെ വനം പണ്ട് അറബിക്കടലിന്റെ തീരം മുതൽ പശ്ചിമഘട്ടം വരെ വ്യാപിച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിദേശ രാജ്യങ്ങളിലേക്ക് പലതരം വിഭവങ്ങളും കയറ്റിയച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ കൊച്ചു കേരളം. ഈട്ടിയും ചന്ദനവും അകിലും തുടങ്ങി ഏലവും കുരുമുളകും അടങ്ങുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ മാത്രമല്ല, ആനക്കൊമ്പും തേനും മെഴുകും മയിൽപ്പീലികൾ വരെ കയറ്റിയയക്കപ്പെട്ടിരുന്നു. കാട്ടുചെടിയായിട്ടാണ് കുരുമുളക് പണ്ട് അറിയപ്പെട്ടിരുന്നത്. കയറ്റുമതിയിലെ പ്രാമുഖ്യം കണക്കിലെടുത്ത് പിന്നീടത് കൃഷിയായി മാറി. കാട് വെട്ടിത്തെളിച്ചാണ് ഇതിനായി കൃഷിഭൂമി കണ്ടെത്തിയിരുന്നത്. പിന്നീട് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ വനങ്ങളെ സർക്കാർ ഉടമസ്ഥതയിലാക്കുകയും അവയെ റിസർവ് ഫോറസ്റ്റ് എന്ന ഗണത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിലാണ് ഏറിയ പങ്കും വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു സംരക്ഷണ കോട്ടയുടെ സ്ഥാനം ഏറ്റെടുത്താണ് സഹ്യപർവ്വതത്തിന്റെ നിൽപ്പ്. അവിടെ സംരക്ഷിച്ചു വയ്ക്കുന്ന മഴവെള്ളം നദികളായി രൂപം പ്രാപിച്ച് നമ്മുടെ നാടിനെ പ്രകൃതി രമണീയവും ഫലഭൂയിഷ്ഠവുമായി മാറ്റുന്നു. നമ്മുടെ കാടുകൾ അല്ലെങ്കിൽ വനങ്ങൾ നിരവധി മരങ്ങളാലും ജീവികളാലും നിറഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. പരിസ്ഥിതി സന്തുലനത്തിന് പുറമെ ഔഷധങ്ങൾ, ജീവവായു, എന്തിന് കാലാവസ്ഥ വരെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവയാണ് നമ്മുടെ കാടുകൾ. അവ സംരക്ഷിക്കുക തന്നെ വേണം. എന്നാൽ നമുക്ക് ഇപ്പോൾ കാണാനും അറിയാനും എത്തിപ്പെടാനും പറ്റിയ കേരളത്തിലെ എല്ലാ റിസർവ് ഫോറസ്റ്റുകളെയും പറ്റി ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമായും അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത, ലഭിക്കുന്ന മഴയുടെ അളവ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കാലാവസ്ഥ, ആവാസ വ്യവസ്ഥ, സസ്യജന്തുജാലങ്ങളുടെ പ്രത്യേകതകൾ. ആഗോളതാപനത്തിനും കാലാവസ്ഥ മാറ്റത്തിനുമെല്ലാം കാരണം വനനശീകരണമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അത് സത്യം തന്നെയാണ് താനും. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 6 വിഭാഗങ്ങളായാണ് വനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്.